ഇദ്ദേഹം ലിസ്റ്റ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ ലിസ്റ്റ് ശരിയാണ് എന്ന് ഞാൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഇനി ഇവിടെയാണ് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു വിധിയെഴുതിയെന്ന് വിധിക്കുന്നവരെ പറ്റിയും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആരായിരുന്നു ഈ ജില്ലാ രജിസ്ട്രാർ എന്ന് പഠിക്കുമ്പോഴാണ് ഇയാൾ ഇങ്ങനെ തന്നെയാണ് വിധിയെഴുതു എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം മറ്റാരും ആയിരുന്നില്ല, കരിക്കരി ഭാഗത്തുള്ള ഉസൈനാജി എന്ന് പറയുന്ന മനുഷ്യനായിരുന്നത് മാത്രമല്ല, അയാളൊരു പക്ക പച്ചക്കറിയായിരുന്നു. നമുക്ക് അത്ര തിരിഞ്ഞാൽ മതി. സമജ്ദാർ കെ ലിയെ ഇഷാറ കാഫി ഹൈ. ഇയാൾ ഇങ്ങനെ വിൽക്കണം. അയാൾ വിൽക്കാനുള്ള കാരണം എന്താണ്? ന്യായമല്ല എന്ന് വ്യക്തമായും അയാൾക്കറിയാം. അയാൾ ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട്, മറ്റേ സമസ്തയും ഒരു രാഷ്ട്രീയ സമസ്തയായതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു. ഈ തീരുമാനത്തിനെതിരെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേരള ഹൈക്കോടതിയെ സമീപിച്ച് സിംഗിൾ ബെഞ്ചിന്റെ മുന്നിൽ ഈ കേസ് വരുന്നു. സിംഗിൾ ബെഞ്ച് എന്താണ് പറയുന്നത്? ഈ സുപ്രീം കോടതിയിൽ തന്നെ സിംഗിൾ ജഡ്ജ് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്ന് ഇതിൽ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: A learning single judge allowed a writ petition and quashed the order of the district registrar, taking a view that the district registrar had no such power of deciding a dispute between the parties under section 4 of the Societies Registration Act. ഈ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നതിനെ അദ്ദേഹം വ്യക്തമായിട്ട് തള്ളുകയാണ് സിംഗിൾ ജഡ്ജ്. അഥവാ മലപ്പുറം വിദ്യാഭ്യാസ ബോർഡിന്റെ കാര്യത്തിൽ അവിടുത്തെ രജിസ്ട്രാർ എന്താണോ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതേ തീരുമാനം തന്നെയാണ് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ജഡ്ജും പറയുന്നത്. ഇതൊക്കെ ഒരു കാര്യങ്ങൾ ആരും തന്നെ മറക്കണ്ട. ഈ തർക്കമൊക്കെ എന്തിനെ കുറിച്ചാണ്? 90-91 കാലഘട്ടത്തിലെ ഭാരവാഹി ആരാണ് എന്നതിനെ പറ്റിയ തർക്കം. ഒരു കൊല്ലത്തെ ലിസ്റ്റ് സ്വീകരിക്കണോ വേണ്ടേ എന്ന ഒരേ ഒരു തർക്കം മാത്രമേ വാസ്തവത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ വിധിയുടെ അവസാനത്തിൽ അങ്ങനത്തെ നിസ്സാരമായൊരു തർക്കമേ ഉള്ളൂ എന്നും അതുകൊണ്ടാണ് ഇത് തള്ളുന്നത് എന്നും സുപ്രീം കോടതിയുടെ അവസാനത്തെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. ആ ഭാഗം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വായിച്ചു കേൾപ്പിച്ചു തരാം. ഇതിൽ പറയുകയാണ്, ഇത് തള്ളാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പറഞ്ഞു വന്നിട്ട് പറയാണ്, ലാസ്റ്റ് ഭാഗം ഞാൻ വായിക്കുന്നു: It appears that the controversy raised in the appeal has become academic as on today. അതുകൊണ്ട് ഇതിൽ തർക്കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഉപരിപ്ലവമാണ്. ഇതിൽ യാതൊരു കഴമ്പുമില്ല. കഴമ്പില്ലാത്തതായതുകൊണ്ട് ഞങ്ങൾ തള്ളുന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളുന്നത്. അങ്ങനെ ഈ തീരുമാനത്തിനെതിരിൽ ജില്ലാ രജിസ്ട്രാർക്ക് 2 ലിസ്റ്റ് ഉണ്ടായാൽ ഒരു ലിസ്റ്റ് ശരിയാണെന്നും മറ്റൊരു തെറ്റാണെന്നും പറയാനുള്ള അധികാരമില്ല എന്ന സിംഗിൾ ജഡ്ജിന്റെ വിധിക്കെതിരിൽ ഇവർ അപ്പീലിൽ പോവുകയുണ്ടായി. കേരള ഹൈക്കോടതിയിൽ തന്നെ ആ അപ്പീലിൽ അവർ പോയ സമയത്ത് ആ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, സ്വീകരിക്കാനുള്ള താൽക്കാലികമായിരിക്കുന്ന അധികാരം ഇവർക്കുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. താൽക്കാലികമായിരിക്കുന്ന അധികാരം അവർക്കുണ്ട് എന്ന് പറഞ്ഞു. അതിനെതിരെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകൾ ഈ കേസിന് ജില്ലാ രജിസ്ട്രാറുടെ ഈ അധികാരമുണ്ടോ എന്നതിനെ കുറിച്ചുള്ള തർക്കവുമായിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് സുപ്രീം കോടതി എന്താണ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലിസ്റ്റിനെ കുറിച്ച് സുപ്രീം കോടതി പറയുന്നത് എന്താണ്? എന്തിനെക്കുറിച്ച് തീരുമാനിച്ചു? ശരിയായ സമസ്ത ഞങ്ങളാണെന്നല്ലേ പറയുന്നത്. എങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ വിനീതമായെന്ന് ചോദിക്കട്ടെ, ശരിയായ സമസ്ത നിങ്ങളാണെന്ന് വിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേര് ഞങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിക്കുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ തീരാകും വരെ സമീപിക്കില്ല എന്ന കാര്യം തീർത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സമീപിച്ചെന്ന് വിചാരിച്ചോളി. എന്നാൽ എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് കാഴ്ചപ്പാടൊക്കെ ഉണ്ട്.
പണ്ഡിതന്മാർക്ക് സ്വീകാര്യ? ഒരു പറയുന്നല്ല. ശരിയില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ സമീപിക്കുന്നില്ല? ചെയ്യേണ്ടതല്ലേ? ശരിയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് ഞങ്ങളാണ് എന്ന് ശരിക്കും നിങ്ങൾക്കൊരു വിധി വന്നിട്ടുണ്ട് എങ്കിൽ ഈ പേര് മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന കേസാണ് കൊടുക്കേണ്ടത്. ആ കേസുമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഒരു കോടതിയിൽ സമീപിക്കുന്നില്ല എന്നാണ് വളരെ വിനീതമായിട്ട് ഞങ്ങൾ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുമെന്ന് ഞങ്ങൾക്കൊട്ട് തോന്നുന്നുമില്ല. ഇനി ഈ വിധി ഇങ്ങനെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ കോടതിയുടെ വിധിയിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുക. ലാസ്റ്റിൽ പറയുകയാണ്, ഈ വാചകം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇനിയും ഈ കാര്യം അന്തിമമായി കോടതി തന്നെ തീരുമാനിക്കേണ്ടതാണ്, തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കേണ്ടതാണ് എന്ന് ഈ വിധിയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വായിച്ചു കേൾപ്പിക്കാം. To us, it appears even the district registrar did not adjudicate any dispute as such. സുപ്രീം കോടതിയുടെ വിധി ഇതാണ്. ജില്ലാ രജിസ്ട്രാർ പോലും ഒരു തർക്കത്തെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ജില്ലാ രജിസ്ട്രാർ ഒരു തർക്കത്തെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ തോന്നുന്നില്ല. It was only a question of accepting prima facie the list of members of the governing body. പദമതിക്ക് ഒരു ഭാരവാഹി പട്ടിക സ്വീകരിക്കുന്നത് സംബന്ധിച്ച ചോദ്യം മാത്രമേ കോടതിയിൽ വന്നിട്ടുള്ളൂ. If the appellant's claims was right and justified, അപ്പീൽ കൊടുത്തിരിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരുടെ വാദം ശരിയും ന്യായീകരിക്കത്തക്കതും ആണെന്നുണ്ടെങ്കിൽ merely because of the district registrar accepted the list of the governing body of the members given by AP Abubakar Musliyar, it did not prevent him from establishing his claim. It did not prevent him from establishing his claim in a committed court. അങ്ങനെ ഒരു ലിസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ രണ്ടാമത് വായിച്ചു തരാം. അങ്ങനെ ഒരു കൊല്ലത്തെ ഒരു ലിസ്റ്റ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് AP അബൂബക്കർ മുസ്ലിയാർക്ക് കോടതിയിലേക്ക് പോകുന്നതിനുള്ള അവകാശം ഒരിക്കലും തന്നെ ഇല്ലാതാവുന്നില്ല എന്ന് വാചകം ഞാൻ വളരെ ലളിതമായ ഇംഗ്ലീഷാണ്, ഇതാർക്കും മനസ്സിലാക്കാം. It did not prevent him, അത് അദ്ദേഹത്തെ തടയുന്നില്ല, from establishing his claim, അദ്ദേഹത്തിന്റെ അവകാശം സ്ഥാപിക്കുന്നതിൽ നിന്ന് in a competent court, അർഹമായ ഒരു കോടതിയിൽ. ഞാൻ എങ്ങനെ അർത്ഥം പറഞ്ഞാൽ നിങ്ങള് ദർശനം മൂല്യന്മാർ അർത്ഥം പറഞ്ഞ മാതിരിയാ. അൽ മുത്തഫരിദു തരിച്ചവൻ റൂഹിയത്തി ഇലാഹായിരിക്കലുകൊണ്ട്. നീ തെറ്റിച്ച് പറഞ്ഞു പറയണ്ട. ഞാൻ ഇനി വാചകം വായിച്ചതൊക്കെ 10ാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് കഴിയും ഈ ഇംഗ്ലീഷ്. It did not prevent him, കാന്തപുരത്തെ തടയുന്നില്ല, from establishing his claim, അദ്ദേഹത്തിന്റെ അവകാശം സ്ഥാപിക്കുന്നതിൽ നിന്ന് in a competent court, ഉചിതമായ അധികാരമുള്ള ഒരു കോടതിയിൽ. എന്ന് പറയുന്ന അർത്ഥം എന്താണ്? കാന്തപുരത്തിന് ആ അവകാശം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൂട്ടരെ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മറക്കണ്ട. സുപ്രീം കോടതിയാ പറയുന്നത്. ഞാനെങ്ങാനും അർത്ഥം തെറ്റിക്കുന്നു എന്ന് ഏതെങ്കിലും മനുഷ്യന്മാർക്കോ വരുന്ന വക്കീലുമാർക്കോ അഭിപ്രായമുണ്ടെങ്കിൽ സ്ലിപ്പ് കൊടുത്തായി പോയ ദേശം മൂപ്പരാൾ നിൽക്കും.